അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോമ്പ് കഴിഞ്ഞതിൽ പിന്നെ അച്ചൂസ് ടൈം എന്ന ചാനൽ അധികം ഒന്നും സ്നാക്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തെ 4 മണി പലഹാരങ്ങളൊക്കെ നമ്മൾ നോമ്പിനാണ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കാണുമോ കഴിക്കുമോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു അടിപൊളി സ്നാക്ക്. ഇതിന് ഞാൻ പേരിട്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിന് പറ്റിയ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക്, കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പേർപ്പിൾ കളർ കാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേർപ്പിൾ കളർ കാബേജാണ് നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ല കളർഫുള്ളായിട്ടുള്ള ഫില്ലിങ്ങും നല്ലൊരു ഫ്ലേവറും കൊടുക്കുന്നത്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ഡാർക്ക് പേർപ്പിൾ കളറിൽ നിന്നും ഒന്നങ്ങ് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കാബേജും ചിക്കനും പിന്നെ ആ ഒരു മസാലപ്പൊടികളൊക്കെ നല്ലോണം മിക്സ് ആകുന്ന തരത്തിൽ വേണം ഇത് മിക്സാക്കി എടുക്കാൻ. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഈ ഒരു ഫില്ലിങ് നിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോ തയ്യാറാക്കിയെടുക്കണം. ഡോ നമ്മുടെ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുന്നത് പോലെ മൈദ ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇത് ഓരോ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ പരത്തിയെടുക്കുന്നില്ല, അതേപോലെ പരത്തിയെടുക്കുക. തീരെ തിന്നായി പോകരുത്, അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഇനി പരത്തി എടുത്തിട്ടുള്ള ആ ഒരു മാവിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് അത്യാവശ്യം കൂടുതൽ തന്നെ വെക്കുന്നുണ്ട്. കാരണം ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരാൾക്ക് ഈ ഒരു ഒന്ന് മാത്രം കഴിച്ചാൽ മതി. അതുകൊണ്ട് അത്രയും വലുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫില്ലിങ് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുക. നമ്മൾ കോഴിയടക്കൊക്കെ മടക്കിയെടുക്കുന്നില്ലേ, അതേപോലെ മടക്കിയെടുത്തിട്ട് ഇറച്ചിപ്പത്തിലും കോഴിയടയൊക്കെ പിരിച്ചെടുക്കുന്നത് പോലെ ആ ഒരു തുമ്പ് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ പിരിക്കാൻ അറിയില്ല െങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ആ ഒരു ഫില്ലിങ് തീരുന്നത് വരെ റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഓയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓൾറെഡി ആ ഒരു ഫില്ലിംഗ് ഒക്കെ കുക്കായതാണല്ലോ. അപ്പോൾ ആ മുകൾ ഭാഗം മാത്രം ഒന്നങ്ങ് മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്ന തരത്തിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ പേർപ്പിൾ കളർ കാബേജൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് ബോക്സിലാക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.